ഞങ്ങൾ ജെൻസി അല്ലെങ്കിൽ പിന്നെ ബേസിലായിട്ടും ജെൻസി അല്ല, ടോവിനോയും ജെൻസി അല്ല, സുരേഷ് ചേട്ടനും അല്ല. ജെസ്സി ജെൻസി അല്ലല്ല, അവൾക്കാണ് ഞങ്ങളെക്കാൾ ഏറ്റവും പ്രായമുള്ളത്. സുരേഷ് ചേട്ടൻ ചേച്ചി എന്ന് വിളിക്കുന്നത്. പിന്നെ നിങ്ങൾ എങ്ങനെ ഇത്രയും ജെൻസി ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത്? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോലും ഇവന് ഇത്രയും പഠിച്ചു. പൂക്കി എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന ഇങ്ങനെ കാണിക്കും. സരങ്ങിയോ അതൊക്കെ പഠിച്ചു. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ജെൻസി എഴുതാൻ അറിയത്തില്ല. നല്ല വയസ്സായ ആൾക്കാരെയും വളരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ച് കണ്ടിട്ടില്ല. ഇതിനകത്ത് നിങ്ങൾ അങ്ങനെ ഒരു രീതിയിലുള്ള നിയന്ത്രണം വെച്ചിട്ടില്ല. വളരെ വൃത്തികെട്ടൊരു അപ്പം. പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്. ക്യാപ്പ് നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ വരുന്നതാണോ? ഇതെല്ലാം നമ്മുടെ പണിപ്പരയിൽ നമ്മളിത് അതിന് ശേഷമാണ് ഇത് അറിയുന്നത് പോലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ഒരാളെ അഭിനയിപ്പിച്ചു എന്നുള്ള രീതിയിൽ. ഹായ്, മരണമാസ ടീമാണ് ഇന്ന് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. ഡയറക്ടർ ശിവപ്രസാദ് ഉണ്ട്, റൈറ്ററും നടനൊക്കെ ആയിട്ടുള്ള സിജു സണ്ണി നമ്മളൊപ്പം ചേരുകയാണ്. ഓക്കെ, സ്വാഗതം. ഇപ്പം മരണമാസ സിനിമ കണ്ടു. ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രോമിസ് ചെയ്തതുപോലെ തന്നെ ഭയങ്കര ഒരു ഫൺ റൈഡായിരുന്നു. ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നതിനോട് ഭയങ്കര നീതി പുലർത്തിയിട്ടുള്ള ഒരു സിനിമയായിട്ടും തോന്നി. അപ്പം എനിക്ക് തോന്നുന്നത് സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ്ങിലൊരു കാര്യം തന്നെ ചോദിക്കുകയാണ്. ഇപ്പം ഈ മറ്റേ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് ഉണ്ടായിരുന്നല്ലോ, അത് സുരേഷ് കൃഷ്ണയെ കുറിച്ച് വെച്ച് തന്നെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിങ് മൊമെന്റിൽ തന്നെ എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിൽ ആ കൺവിൻസിങ് സ്റ്റാർ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക്, ഐ മീൻ എന്താ പറയുക, നമുക്ക് ഒരിക്കലും ആ സ്പേസിൽ ചിരി തുടങ്ങലില്ല ഒരു സിനിമയിലും, പക്ഷെ അവിടെ നിന്നേ ചിരി തുടങ്ങിയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. അപ്പോൾ നിങ്ങൾ ഏത് പോയിന്റിലാണ് ഈ സുരേഷ് കൃഷ്ണയെ കൊണ്ട് ഇത് പറയിപ്പിക്കാന്ന് തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരിൽ ആരുടെ ഐഡിയ ആയിരുന്നു അത്? സിജുവിന്റെ ഐഡിയ ആയിരുന്നു. അപ്പോ ഇതിന്റെ ഒരു ജോണർ ഇങ്ങനത്തെ ഒരു ജോണർ ആയതുകൊണ്ട് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ആളുകളെ സിനിമയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇന്റൻഷനലി അങ്ങനെ നമുക്കൊരു ആലോചന ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സുരേഷ് കൃഷ്ണയും സന്തോഷ് കീഴാറ്റൂരൊക്കെ സിനിമയുടെ വളരെ തുടക്കത്തില് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ ഒരു ആലോചനയിലാണ്. പിന്നെ ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സംഗതി എടുക്കുന്ന സമയത്ത് ഈ സമീപകാലത്തായിട്ട് ഇപ്പം മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പം ഈ മറ്റേ എക്സ്ട്രാ ഡീസന്റ് എന്നുള്ള മൂവി ആണെങ്കിലും, പ്രാവിൻകൂട് ഷാപ്പു പോലെയുള്ള സിനിമകളൊക്കെ സമീപകാലത്തായിട്ട് മലയാള സിനിമയിൽ ഈ ഡാർക്ക് ഹ്യൂമർ രസമായിട്ട് കൈകാര്യം ചെയ്യുന്ന കുറേ സിനിമകൾ വരുന്നുണ്ട്. അപ്പം അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് അത്ഭുതം തോന്നാറുള്ളത്, എവിടെയാണ് ഈ റൈറ്ററും ഡയറക്ടറൊക്കെ ഇതിനൊരു ലൈൻ ഭയങ്കര നിർബന്ധമാണല്ലോ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷെ അതിനെ തമാശയാക്കുമ്പോൾ രണ്ടും കൂടി ആളുകൾക്ക് കിട്ടുകയും വേണം. പിന്നെ ഭയങ്കര അയ്യോ ഈ സാധനത്തിന് എടുത്ത് നിങ്ങൾ ഇങ്ങനെ തമാശയാക്കാൻ അങ്ങനെ പാടുമെന്ന് ആൾക്കാർ ചോദിക്കാനും പാടില്ല. അത്ര ഒരു ലൈൻ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഒരു ലൈൻ, ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മീറ്റർ ഉണ്ടായിരുന്നോ? ഇതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്, അപ്പൊ ഇതിൽ ഇത്ര വരെ തമാശ, ഇത്ര വരെ ആവാം? അങ്ങനെ മീറ്റർ ഒന്നും ഇല്ല. എത്രമാത്രം ഡാർക്ക് ആക്കുക അത്രമാത്രം നമ്മൾ ഡാർക്ക് ആക്കി ചെയ്യും. പിന്നെ ഇതിങ്ങനെ ഡിസ്കഷൻ വരും, അത്രയൊക്കെ പോണോന്നൊക്കെ പിന്നാണ് തുടക്കത്തിൽ ഇതിന്റെ എല്ലാം. പിന്നെ നമുക്കൊരു ഒരു സാമൂഹ്യബോധം എന്നുള്ളത് നമുക്കുണ്ടല്ലോ. നമ്മള് ജീവിക്കുന്ന ഒരു സമൂഹത്തില് നമുക്ക് എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയരുത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ, അത് ഞങ്ങൾ ഒരുമിച്ച് എഴുതുന്ന സമയത്ത് ഞങ്ങളത് ഒരു മീറ്റർ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് അത് പോവരുത് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ സിനിമ വന്നു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വിചാരിക്കും, ഞങ്ങൾ എഴുതുന്ന സമയത്ത് ഞങ്ങൾ ഉദ്ദേശിച്ച എവിടേക്കാണോ കൊള്ളിക്കേണ്ടത് അല്ലെങ്കിൽ കൊള്ളേണ്ടത് എന്നുള്ള ഏരിയകളിലെല്ലാം അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഒഫെൻസീവ് ആയിട്ടുള്ള തമാശകൾ ഒരുപാട് ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം ഇതിനകത്തുള്ള ഇപ്പൊ കാസ്റ്റിംഗിലേക്ക് വരുന്ന സമയത്ത് ഈ അഭിനയിക്കുക എന്നുള്ള ഒരു സംഭവത്തിന്റെ ഒപ്പം തന്നെ നിങ്ങൾ കാസ്റ്റ് ചെയ്യുമ്പം ഈ സോഷ്യൽ മീഡിയ ട്രെൻഡുകൾ കണക്ട് ആകുന്ന, ഇപ്പം വോയിസിലൂടെ വരുന്ന, ഇപ്പം ജിക്കുവിന്റെ വാവ എന്ന് പറയുന്ന ഒരു സംഭവമാണെങ്കിലും അത്ര എലമെന്റുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങളൊരു സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ തന്നെ കാസ്റ്റിങ്ങിന്റെ സ്ഥലത്ത് അഭിനയിക്കാൻ പറ്റുന്ന റോളിന് ചേരുന്ന ആൾക്കാർ പ്ലസ് സോഷ്യൽ മീഡിയയിലൂടെ കണക്ട് ആവുന്ന ആൾക്കാർ, അത് ആ മീറ്റർ ഉണ്ടായിരുന്നു അതോ സ്വാഭാവികമായി വന്നതാണോ? അല്ല, ഇപ്പൊ സ്വാഭാവികമല്ല. ഇപ്പം നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ, ഇപ്പൊ നോർമലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ സംസാരത്തിനകത്ത് വരും. ഇപ്പൊ നമ്മൾ എഴുതുമ്പം ഇത് വരാൻ പാടില്ലാത്ത സ്ക്രിപ്റ്റ് ഒന്നല്ലല്ലോ. നമ്മൾ ആ രീതിയിൽ തന്നെ എഴുതുമ്പോൾ അത് ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിലുള്ള ആൾക്കാരും നമ്മളങ്ങനെ സ്ക്രിപ്റ്റ് എഴുതുമ്പം ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. ഓക്കെ, നമ്മളെന്നാ അവിടെ പ്ലേസ് ചെയ്യാം, ഇവിടെ പ്ലേസ് അല്ല. ഇതിന് മനഃപൂർവ്വമായിട്ട് വന്നൊന്നും അല്ല. നമ്മൾ നോർമലി കാര്യം പറയുമ്പോൾ അവരെ പറ്റി സംസാരിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയപ്പോഴും അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. പിന്നെ ഇതിനകത്തുള്ള ജിക്കുവിൻ്റെ ഫിയാൻസി ആയിട്ട് വരുന്ന ക്യാരക്ടർ, അപ്പം അവർക്കും ഇതേപോലെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ അവരുടെ ഓരോ ഡയലോഗ് സംഭവം ഒരു വോയിസിലൂടെയാണ് വരുന്നതെങ്കിലും
അവർക്കൊരു നല്ലൊരു ത്രൂ ഔട്ട് നമുക്ക് എന്തൊക്കെയോ അവരുടെ ക്യാരക്ടറിനെ പറ്റി മനസ്സിലാക്കുന്നുണ്ട്. ഇച്ചിരി പൊസസീവാണ്, ഭയങ്കര എന്താ പറയുക, മറ്റേ ട്രൂ ലവ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമുക്ക് സോഷ്യൽ മീഡിയകളുടെ അത്രയും പരിചയമുള്ള ഒരു വ്യക്തിയുടെ സംഭവം വന്നപ്പം അതൊരു രസമുണ്ടായിരുന്നു. ഇവരെ ആക്ച്വലി എനിക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. എങ്ങനെ കാസ്റ്റ് ചെയ്തൊന്നുമല്ല, അതിൻ്റെ തൊട്ടിപ്പം നിങ്ങൾ പങ്കുവെച്ചു, ലൈക്ക് ഇവർ സംസാരിച്ചിട്ട് ഇവർ ഇങ്ങനത്തെ ഒരു വേഷത്തിന് ഓക്കെ ആയിരുന്നോ, നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ വിഷ്വലി തന്നെ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നോ, എങ്ങനെയാ ഇവരുടെ കാര്യത്തിൽ നടന്നത്? സ്ക്രിപ്റ്റിനകത്തും അങ്ങനെ വിഷ്വലി ഇല്ല, വോയിസ് തന്നെയാണ്. ജിക്കുവിന് കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു പെണ്ണുണ്ട്, ആ പെൺകുട്ടിയുടെ സൗണ്ട് ഇങ്ങനെ ത്രൂ ഔട്ട് നമ്മുടെ പടത്തിലുണ്ടാവുന്നുള്ളത്. പിന്നീട് നമ്മളത് പ്രോപ്പറായിട്ട് എൻ്റെ അമ്മയൊക്കെ എപ്പോഴും വീഡിയോസ് ഒക്കെ കാണും. അപ്പം ഇങ്ങനെ ഓരോ പ്രാവശ്യമൊക്കെ ഇങ്ങനെ പറയും, ഇപ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വിളിച്ച് പറയും. അപ്പം നമ്മൾ പ്രൊഡക്ഷൻ എടുത്ത് സംസാരിച്ചു. പ്രൊഡക്ഷൻ പിന്നെ കോൺടാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം പ്രോപ്പറായിട്ട് നമ്പരും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ വേറെ ആളെ പരിചയപ്പെട്ട് അവിടെ നിന്ന് നമ്പർ എടുത്ത് നമ്മൾ അവർക്ക് ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്ഷൻ അവിടെ നിന്ന് വോയിസ് എടുക്കണമായിരുന്നു. അവിടെ ചെന്നിട്ട് വീട്ടിൽ ചെന്ന് പെർമിഷനൊക്കെ മേടിച്ച് പ്രോപ്പറായിട്ട് നമ്മുടെ ഡയലോഗുകളെല്ലാം ഡയറക്ടർ പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്ത് ആ മീറ്ററിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു പ്രൊസീജിയർ. ഇവർ പടം കണ്ടതിന് ശേഷം ഇവരുടെ റെസ്പോൺസ് എങ്ങനെയാണ്? ആൾക്കാർ ഭയങ്കര ഈ ചിരിച്ചിട്ടും സന്തോഷത്തിലുമാണ് ആ സംഭവം കാണുന്നത്. ഐ മീൻ ഈ ആക്ടറുടെ അല്ലെങ്കിൽ അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു മൊത്തം പടം കണ്ടു? കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമ്മള് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഈ സിനിമയിലെ കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ടല്ലോ, എനിക്ക് തോന്നിയത് ഒരു 2-3 തവണയും കാണുന്ന സമയത്ത് കുറേ ഇപ്പം ലെയർ എന്നുള്ളതല്ല, ആക്ച്വലി നിങ്ങൾ സീനിൽ വെച്ചിട്ടുള്ള ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും തോന്നി. ഇപ്പം ഞാനും ഫ്രണ്ടും കൂടി കാണാൻ പോകുന്ന സമയത്ത് ഞാൻ വീണപൂവും ആശാനും മാത്രമാണ് കാണുന്നത്. ആശാൻ്റെ ബസ്സിൻ്റെ പേര് വീണപൂവ്. നമ്മൾ പടം കണ്ടിറങ്ങി കഴിഞ്ഞിട്ടാണ് ഇവൻ എന്നോട് പറയുന്നത് ദുരവസ്ഥ എന്നാണ് ആശാൻ ഓടിക്കുന്ന ജീപ്പിൻ്റെ പേരുന്നത്. പക്ഷെ ഞാനത് കണ്ടിട്ടില്ല, ഞാൻ മേ ബി ആ ഫ്രെയിമൊക്കെ വരെ. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിനകത്ത് കുത്തി നിറച്ച് നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ. ലൈക്ക് അപ്പം ഈ റൈറ്റിംഗ് പ്രോസസ്സിൽ എത്രത്തോളം സമയം എടുത്തിട്ടുണ്ടാവും, ലൈക്ക് ഓരോ പോയിന്റിലും ഇങ്ങനെ കണക്ട് ആവുന്ന സാധനങ്ങൾ കൊണ്ടുവരാൻ? റൈറ്റിംഗ് പ്രോസസ് നമുക്ക് ബസ്സിന്റെ പേര് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് ജീപ്പ് വരും. അപ്പോൾ ജീപ്പ് വരുമ്പോൾ ചോദിക്കും ഏത് പേരിടണം, അപ്പോഴത്തേനും നമ്മൾ പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ട് അതിന് ഓരോന്നിനും ഒരു ഇതുണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഈ വീണപ്പൂവിന്റെ കാര്യത്തില് വീണപ്പൂവ് ആണ് ആദ്യം വന്നത്, പിന്നീടാണ് ആശാനൊക്കെ വന്നത്. അപ്പൊ വീണപ്പൂ എന്ന് പറയുന്നത് തൃശ്ശൂര് ഭാഗത്ത് ഈ പണ്ട് ശവങ്ങള് കൊണ്ടുപോകുന്നൊരു വണ്ടിയുടെ പേരാ. അതൊരു അപ്പൊ എനിക്ക് ഇത് ഒരു ഓർമ്മയിലുണ്ട്, പക്ഷെ ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ചു ഇത്. അപ്പൊ ഇത് എനിക്ക് കണക്ട് ആയില്ല, ഇത് കിട്ടിയില്ല. പിന്നെയാണ് ഞാൻ ഇതിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇത് തൃശ്ശൂർ മരത്താക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രൈവറ്റ് ബസ് മുതലാളി സോഷ്യൽ സർവീസിന് വേണ്ടി പുള്ളിയുടെ ബസ് വിട്ടുകൊടുത്തതാ. ആ ബസ്സിന്റെ പേര് വീണപ്പൂവ് എന്നാ. അപ്പൊ ശവം കൊണ്ടുപോകുന്ന ഒരു വണ്ടിയുടെ പേര് വീണപ്പൂവ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം വീണപ്പൂവ് പേര് വന്ന്. വീണപ്പൂവ് എന്ന് ബസ്സിന് പേര് വന്നപ്പോഴാണ് എന്നാ പിന്നെ ആശാൻ, അത് മലയാളം മാഷ് എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഒരു മലയാളം മാഷിന്റെ ബസ്സിന് വീണപ്പൂവും ജീപ്പിന് ദുരവസ്ഥയും എന്ന് പേരിടുന്ന അയാളുടെ ഒരു ക്യാരക്ടറിനെ അത് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കും എന്നുള്ള ഒരു ആലോചനയിലാണ്. പിന്നെ അത് ഇതെല്ലാം ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്ത് ഒരു ഐഡിയന്ന് നമ്മൾ പിന്നെ അതിനെ മാക്സിമം എങ്ങനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആക്കി എടുക്കാൻ പറ്റും, എങ്ങനെ ഫണ്ണ് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് അത്. അതല്ല, ആശാൻ അതിനകത്തൊരു ഓഫിൽ ഡയലോഗ് പറയുന്നുണ്ട്, സീരിയൽ കില്ലർ എന്നാണ് എല്ലാവരും പറയുന്നത്. ആശാൻ പറയുന്നത് തുടർ കൊലപാതകി എന്നാണ്. ഇയാളതിന്റെ പ്രോപ്പർ മലയാളം സീരിയൽ കില്ലർ, തുടർ കൊലപാതകി, പിടിക്ക് തുടർ കൊലപാതകി എന്നാണ്. അങ്ങനെയാണ് ആ ഡയലോഗ്. അത് ചിലപ്പോ ഓഫീസ് കേൾക്കാൻ സാധ്യതയില്ല, ഈ ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അതിനകത്ത് നെഞ്ചത്തി കിട്ടുമ്പോ ആശാന്റെ അങ്ങനെയൊക്കെയുള്ള മലയാളം ഭാഷന്റെ ഒരു കുറെ പരിപാടികളൊക്കെ. ഇപ്പൊ ത്രിഭാസനമാണെങ്കിൽ അത്ര എലമെന്റ് വെക്കുന്ന സമയത്ത് ഇത് വെച്ചാൽ ഇനി പൊള്ളുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അത്ര സാധനം വരും, അതുപോലെ അതിനെയൊക്കെ കോമഡിയിൽ കാണാൻ പറ്റുന്ന ലെവലില് അങ്ങനെ ആ ഒരു സെൻസിൽ കാണുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഇതിനകത്ത് കോമഡി സിനിമയ്ക്കകത്ത് നമ്മൾ മറ്റേ ഇത് അങ്ങനല്ലല്ലോ, ചിരിക്കുക പോവുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇത്ര അധികം എലമെന്റുകൾ ആഡ് ചെയ്യുന്ന സമയത്തെ ഇതെല്ലാം ആളുകൾക്ക് രജിസ്റ്റർ ആവുമെന്നുള്ളൊരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവില്ല ആസ് ക്രിയേറ്റേഴ്സ് എന്നുള്ളതിൽ. അതായത് ഇങ്ങനെ ഷോർട്ട് ബൈ ഷോർട്ടിൽ ഒരുപാട് സാധനങ്ങൾ വരുന്ന സമയത്ത് അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ലൈക്ക് 2-3 തവണയും ആളുകൾ കണ്ടിട്ടാണെങ്കിൽ ഈ സംഭവം മനസ്സിലാക്കുന്നതാണോ, അതോ കണക്ട് ആവുന്നവർക്ക് കണക്ട് ആവട്ടെ എങ്ങനെയാ? ഒരു 60% ഹ്യൂമർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് അതിൽ കോൺഫിഡന്റ് ആയിരുന്നു. ബാക്കിയുള്ള 40% റിപ്പീറ്റ് വാച്ചിലും പിന്നെ OTT ഒക്കെ ഇറങ്ങുന്നല്ലേ. അപ്പൊ ഇന്നത്തെ കാലത്ത് സട്ടിൽ കോമഡികൾ അല്ലെങ്കിൽ ഡീറ്റെയിലിംഗ് ഈസി ആയിട്ട് ആളുകൾ പിടിക്കും. അത് ഇന്നത്തെ ഒരു കാലത്തിന്റെ
അപ്പൊ അതിൽ നമുക്ക് ഉറപ്പായിട്ട് അവർ അറിയും എന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. തിയേറ്ററിൽ നമുക്ക് മുഴുവനായിട്ട് കിട്ടിയില്ലെങ്കിലും ഒരു മേജർ പാർട്ട് ആളുകൾ ഐഡന്റിഫൈ ചെയ്യുന്ന നമുക്കറിയായിരുന്നു. ഞങ്ങള് പറഞ്ഞല്ലേ മറ്റേ മാവേ മറ്റേ ചരല് വരി അറിയുന്നതല്ല, ആ ചരലൊരു 3 കൊണ്ടാണ് ഓക്കെ, ബാക്കിയൊക്കെ എങ്ങോട്ടേലും പോകട്ടെ, അതുകൊണ്ട് മാക്സിമം അതെ അങ്ങനെ അങ്ങ് പോവായിരുന്നു. ആൾക്കാർ ചിരിക്കുന്നതൊക്കെ ചിരിക്കട്ടെ, അല്ലാത്തൊക്കെ പൊക്കോട്ടെ. ഇപ്പൊ ഇതിനകത്ത് സിജുസന്റെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ അരുവി എന്ന് പറയുന്നത്, നമ്മൾ അതിനകത്തുള്ള ബാക്കി എല്ലാ കഥാപാത്രങ്ങളും വെച്ച് നോക്കുന്ന സമയത്ത് ആക്ച്വലി ഒരു കോമഡി ട്രാക്കിന്റെ ഒരു ലൈൻ വരാത്തത് അരുവിയുടെ മാത്രമാണ്. അരുവി മാത്രമാണ് ത്രൂ ഔട്ട് അതിനകത്തൊരു ഇമോഷണൽ ട്രാക്കിലൂടെ മൊത്തം പോകുന്നത്. അപ്പൊ ഈ അരുവി എന്നുള്ള ക്യാരക്ടർ ഇപ്പൊ നമ്മൾ റൈറ്റർ ഒരു നടനാവുന്ന സമയത്ത് ആൾക്കൊരു ആഗ്രഹം ഉണ്ടാവില്ല എന്നെ ഒരു വേറെ രീതിയിൽ പോർട്രേ ചെയ്യണമെന്ന്. അങ്ങനെ വന്നതാണോ അരുവിനെ ചെയ്യാൻ തീരുമാനിക്കുന്നത്? എനിക്ക് അപ്പോഴും ആഗ്രഹം കുറച്ച് ഇതൊക്കെ ഭയങ്കര ഇവരെല്ലാരും ഓവറാണ്, ഭയങ്കര ഓവർ ടോപ്പ് നിൽക്കുകയാണല്ലോ. അപ്പൊ എനിക്കപ്പോ എനിക്ക് അത് പെർഫോം ചെയ്യണമെന്നില്ലല്ലോ, ഇവരാണല്ലോ ചെയ്യുന്നതെന്ന്. അപ്പൊ ചോദിച്ചിട്ട് മതി, അത് കുഴപ്പമില്ല, നിന്റെ പുതിയൊരു ക്യാരക്ടർ, പിന്നെ നിന്റെ ഇമോഷൻ അത് വേറെ ട്രാക്കായിട്ട് പൊക്കോളും. അങ്ങനെ പിന്നെ അത് അങ്ങനെ ആയി. ആ ഒരു സംഭവം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നാണല്ലോ ഇയാളുടെ ഇമോഷനിലേക്ക് കണക്റ്റായി പോകുന്നത്. ഇപ്പോൾ കുട്ടിയോട് സംസാരിക്കുന്ന സീനും, അപ്പം ഈ ജാനേമന്നിൻ്റെ സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഒന്ന് പറയും, ഇപ്പുറത്തെ മരണവും അപ്പുറത്തെ ഒരു ഇതും നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആളുകളുടെ ഇമോഷൻസ് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ, അപ്പം നിങ്ങളതിനെ ഡയറക്ഷനും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പലതവണ കാണുമോ ഇത്തരം സിനിമകളാവുമ്പോൾ? അതായത് ആളുകൾക്ക് എങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചിരിപ്പിച്ചു കൊണ്ടുപോയി, നെക്സ്റ്റ് മൊമെൻറ്റിൽ ആൾക്കാർക്ക് ഒരു കുഞ്ഞു സങ്കടമെങ്കിലും ഫീൽ ചെയ്യണമല്ലോ. അപ്പോൾ നിങ്ങൾ പലതവണ എഡിറ്റ് ചെയ്യൂ അല്ലെങ്കിൽ കുറേ തവണ കാണുമോ സിനിമ വർക്ക് കഴിഞ്ഞിട്ട്? അല്ല, അത് നമ്മൾ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് തവണ അത്രയധികം നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഈ സബ്ജക്റ്റിന്റെ ഇതിന്റെ നറേറ്റീവിലുള്ള ഒരു എക്സ്പെരിമെന്റൽ പെർസ്പെക്റ്റീവ് എന്താ വെച്ചാൽ, ഇത് ഒരേ സമയത്ത് ഫൺ ഏരിയ ഡീൽ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ ഈ ഒരു ജോണർ മിക്സ് അത് കുറച്ച് എക്സ്പെരിമെന്റൽ ആണെന്ന് നമുക്ക് അതിന്റെ എഴുത്ത് സമയത്ത് അറിയായിരുന്നു, അത് കുറച്ച് ടഫാണെന്നുള്ളത്. പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മൾ തിയേറ്റർ റെസ്പോൺസ് അറിയുന്നുണ്ട്, അതിന്റെ ഇമോഷൻ സൈഡ് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ അതിന്റെ ഹ്യൂമർ പാർട്ടും ആൾക്കാർ വർക്കാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോണർ മിക്സ് നമുക്ക് എഴുത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഇപ്പം നാദിറയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ അംഗൻവാടി ടീച്ചറുടെ ഒരു റോൾ ഉണ്ടായിരുന്നു. ഈ നമ്മൾ ഈ സിനിമ എല്ലാ രംഗവും ഇൻക്ലൂസീവ് ആവണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. ആദ്യം ഇവർക്ക് ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക, പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണെ എന്താ പറയുക, സാധാരണ ഒരു സ്ഥലത്ത് അവർക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിന് പറ്റുന്ന റോളിൽ കാസ്റ്റ് ചെയ്യാന്നുള്ളത്, ആ ഒരു സംഭവം ഈ സിനിമ രസമായിട്ട് അച്ചീവ് ചെയ്തു തോന്നി. കുറേ സിനിമകളിൽ എപ്പോഴും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിനെ പ്ലേസ് ചെയ്യുമ്പം അവരുടെ ജെൻഡറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾ അവരുടെ റൈറ്റ്സിനെ പറ്റി സംസാരിക്കണമെന്ന് നിർബന്ധിക്കുന്ന കൈൻഡ് ഓഫ് എന്തെങ്കിലും സീൻ വരാറുണ്ട്. ചില സ്ഥലങ്ങളിൽ വർക്കാവും, ചില സ്ഥലങ്ങളിൽ വർക്കാവില്ല. പക്ഷേ ഈ സിനിമയിലാണ് നമ്മൾ ഇൻക്ലൂസീവും ആയിട്ട് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിൽ എത്തിയ പോലെ തോന്നിയത്. അപ്പം ഈ മരണമാസം ചെയ്യണ സമയത്ത് ശിവജിന്റെ അല്ലെങ്കിൽ സുജുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നോ, ലൈക്ക് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു വേഷം കൊടുക്കണം ഒരു ട്രാൻസ് പേഴ്സൺ, അതോ നാദിറ? അങ്ങനത്തെ ഒരു ആലോചന ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ്, നമുക്ക് കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരാണ് സജസ്റ്റ് ചെയ്തത് ഇവര് അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ആ സമയത്ത് ബിഗ് ബോസിന്റെ ഒരു കഴിഞ്ഞു. അപ്പോ അവരൊന്ന് കാസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ച്, ഇത് ഇവരെ നമ്മള് ഭയങ്കര അങ്ങനെ ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ കാഷ്വൽ ആയിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അല്ല, ജെൻഡറിലേക്ക് മാത്രമായിട്ട് ഒരു വ്യക്തിനെ ചുരുക്കേണ്ട കാര്യമില്ല. ബട്ട് അതേസമയം ഇപ്പൊ ആരെങ്കിലും ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്, ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള മൈനോറിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പറയുന്ന അത്തരം സംഭവങ്ങളും നടക്കണം എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ ഇത് ഒരിക്കലും കാണാത്ത കാര്യമല്ലോ. നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ പല സ്ഥലത്തേക്ക് പോകുമ്പോഴും പല ഇവര് ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ഇന്റൻഷനലി നമുക്ക് ഒരു ആലോചനയായിരുന്നു. പക്ഷേ ഇപ്പം സൗദിയിൽ ഈ പടത്തിന് ഒരു നിരോധനം വരുന്നു, കുവൈറ്റില് ഈ പോർഷൻസ് മാറ്റേണ്ട ഒരു സംഭവം വരുന്നു. ഇപ്പൊ ചില സംഭവങ്ങൾ നമ്മൾ സിനിമയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ചിലപ്പം തോന്നുമായിരിക്കും ഇതിന് ഇന്ന സ്പേസ് എന്ന്, ചിലപ്പം എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു റെസ്ട്രിക്ഷൻ വന്നേക്കാന്ന്. ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക സൂചനകളൊക്കെ ലഭിച്ചിരുന്നോ, ഇങ്ങനെ ഒരു സംഗതി ഒരു പക്ഷെ വന്നേക്കാം, ബാനുള്ള സാധ്യത? അങ്ങനെയുള്ള ഒന്നും വന്നിട്ടൊന്നുമില്ല. നമ്മളിത് അതിന് ശേഷമാണ് ഇത് അറിയുന്നത് പോലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്. ഒരാളെ അഭിനയിപ്പിച്ചു എന്നുള്ള രീതിയിൽ
ചിലപ്പോ ആ തീം വരുന്ന സ്പേസസിൽ ചിലപ്പം പ്രശ്നമായിട്ടൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെ, പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഒന്നും നമ്മളൊരു നോർമൽ ഒരു ക്യാരക്ടർ, ഒരു അംഗൻവാടിയിലെ ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അഭിനയിപ്പിച്ചു എന്നുള്ള പേരിൽ അതിനെ സൗദിയിൽ ബാൻ ചെയ്യുക, കുവൈറ്റിൽ അത്രയും വോയിസ് പോലും വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതായിപ്പോയി. അതെന്തൊരു നിയമമാണ്. പിന്നെ നിയമങ്ങൾ മാറി വരുന്നുണ്ട്, അതും പോകെ മാറും. ഇപ്പം പഴയ പോലെ അല്ലല്ലോ. സൗദി പണ്ട് ഞാൻ സൗദി വർക്ക് ചെയ്ത ആളാണ്, 1 വർഷത്തോളം സൗദിയിലുണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് മാറി. അപ്പം ഇതും ഗ്രാജുവലി മാറും, മാറ്റപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് കരുതുന്നത്. പക്ഷെ പൊതുവെ കോമഡി ട്രാക്കിൽ പോകുന്ന സിനിമകളിൽ ആക്ഷൻ വരുമ്പം അതിലും എന്തെങ്കിലുമൊക്കെ ഒരു തമാശ അല്ലെങ്കിൽ എന്താ പറയുക, കുറച്ച് ഇടിക്കും അടിക്കൊക്കെ കുറച്ച് പഞ്ച് കുറവായിരിക്കും തോന്നി. പക്ഷേ ഈ സിനിമയിൽ അത് ഭയങ്കരമായിട്ട് തോന്നി. എസ്പെഷ്യലി ആ ലേഡി ക്യാരക്ടറിന് പലതവണ ആ ഒരു സീരിയൽ കില്ലറിൻ്റെ ഒരു മൊത്ത സാധനം കീറി വന്നിട്ട് അയാൾ ചെയ്യുന്ന സമയത്തെ, അപ്പോൾ ഈ ആക്ഷൻ സീനുകളും ഇത്ര എക്സ്ട്രീം തന്നെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരുന്നോ? നമ്മള് ഇതൊരു തമാശ സിനിമയാണ് ചെയ്യുന്നതെങ്കിലും ഇതിലെ ക്യാരക്ടേഴ്സ് അവര് വളരെ ജെന്യൂൻ ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സീരിയൽ കില്ലർ അയാള് ഒരു ആക്ഷനിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അയാൾ അത്രയും വയലന്റ് ആയിട്ട് തന്നെയാണ് ബിഹേവ് ചെയ്യുക. പക്ഷെ നമ്മൾ വയലൻസിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ ആ രീതിയിലേക്ക് പോകുന്നില്ല. ക്യാരക്ടർ വെച്ചിട്ടുള്ള വയലൻസേ ഉള്ളൂ. അപ്പോൾ അത് എല്ലാ ക്യാരക്ടേഴ്സിനും അങ്ങനെ തന്നെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് സിജുവിന്റെ ക്യാരക്ടറിന്റെ ഇമോഷൻ, സുരേഷ് ഏട്ടന്റെ ക്യാരക്ടറിന്റെ റൊമാൻസ്, ഇതെല്ലാം ക്യാരക്ടർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് മാക്സിമം അതേ മീറ്ററിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ള ആ ഒരു ആലോചനയിലാണ് സീരിയൽ കില്ലർ പെരുമാറുമ്പോൾ. ബേസിലായിട്ട് മാത്രമേ ഉള്ളൂ തോന്നുന്നു കുറച്ച് അങ്ങനെയുള്ള കുറച്ച്, ബാക്കി എല്ലാ കഥാപാത്രങ്ങളും കോമഡിക്ക് വേണ്ടി അത് ചെയ്യാം അങ്ങനൊരു ഇതില്ല. ബേസിന് ആ പെർഫോമൻസും ഓവർ ദ ടോപ്പ് ക്യാരക്ടർ ലുക്ക് ബേസില്, ബാക്കി എല്ലാ ആൾക്കാരും നോർമൽ അങ്ങനൊരു. ഈ സിനിമേന്റെ എല്ലാ പോസ്റ്ററും സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് മറ്റേ ജെൻസി ടേംസ് ആയിരുന്നല്ലോ അധികം യൂസ് ചെയ്യുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും ജെൻസി അല്ലല്ലോ. ഞങ്ങൾ ജെൻസി അല്ലെങ്കിൽ പിന്നെ ബേസിലേട്ടൻ ജെൻസി അല്ല, ജെൻസി അല്ല, സുരേഷ് ഏട്ടനും അല്ല. പിന്നെ ഞങ്ങൾ ഞാനത് ആലോചിച്ചു, ഇതിനകത്തുള്ള ഒരാള് പോലും മേ ബി ജെസ്സി ജെൻസി അല്ലല്ലല്ല. അതെ, സുരേഷ് ഏട്ടൻ ചേച്ചിന്ന് വിളിക്കുന്നത്. ജെസ്സി കണ്ടപ്പോഴെങ്കിലും കുറച്ച് മേ ബി ജെൻസി ആയിരിക്കാൻ തോന്നി. പിന്നെ അതിനകത്ത് ആരും ഇല്ല ജെൻസി. പിന്നെ നിങ്ങൾ എങ്ങനെ ഇത്രയും ജെൻസി ടേംസും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത്? സാഹചര്യങ്ങളും സമ്മർദ്ദം. 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് പോലും ഇവൻ ഇത്രയും പഠിച്ചു. ഇത് എല്ലാ വാക്കും ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മളൊക്കെ മറ്റേ ചെറിയ ഒരു ആർട്ടിക്കിളൊക്കെ കൊടുത്താലെന്ന് വിചാരിച്ചായിരുന്നു, മരണമാസ ടീമിന്റെ പോസ്റ്ററുകളിൽ പറയുന്ന വാക്കുകളുടെ അർത്ഥം. ഈ സമയത്ത് കുറെ റീല് വരുമല്ലോ, മറ്റേ മില്ലേനിയൽസ് യൂസ് ചെയ്യുന്നത്, ജെൻസ് യൂസ് ചെയ്യുന്നത്, ആൽഫ യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ട്. അതിന് ഇത് ഈ പടം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാനൊക്കെ ഏത് കാറ്റഗറിയാന്ന് പറഞ്ഞത്, 2000-ന് മുമ്പുള്ളവർക്ക് ഈ കാറ്റഗറി, അങ്ങനെ ഞാനപ്പോ ഏതോ ഒരു കാറ്റഗറി എന്നൊക്കെ പറയപ്പെടുന്നത്. അങ്ങനെയൊക്കെയാണല്ലേ പ്രോസസ്സിന്റെ ഇടയിൽ വന്ന. അപ്പോഴത്തെ നമ്മളും സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് ഇത് ഷൂട്ടിംഗ് സമയത്തൊക്കെ വന്നൊരു ആലോചനയാണ്, നമുക്ക് ഈ ക്യാരക്ടറിനെ കുറിച്ച് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഏജ് വൈസും നമ്മൾ ഈ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുന്ന അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു മീനയിൽ 2000-ന്റെ അവസാനം 1990-കളുടെ അവസാനം ജനിച്ച ഒരാള് എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പൊ ആ ക്യാരക്ടറിന് കുറച്ചും കൂടെ അത് കയറി പോകുമെന്നുള്ളത് കൊണ്ട് ചെറിയൊരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ളതാണ്. ഇതൊരു ടോട്ടൽ ജെൻസി പടമൊന്നുമല്ല. ഇത് ചെറിയ ചെറിയ യൂസേജസും ചെറിയ കാര്യങ്ങളും മാത്രമേ നമ്മൾ അങ്ങനെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുള്ളൂ. മറ്റേ പൂക്കി എന്നുള്ളതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്ന. സരങ്ങിയോ അതൊക്കെ പഠിച്ചു. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ ജെൻസി എഴുതാൻ അറിയത്തില്ല. അതാണ് ഇങ്ങനത്തെ ആക്ഷനും ഇതൊക്കെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു വയസ്സായ ആളുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, അപ്പം ഇത് കുറച്ച് സ്പോയിലർ ആവാൻ സാധ്യതയുണ്ട്. അയാളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആ നടന്റെയും ക്യാരക്ടറിന്റെയും കാര്യത്തിൽ 2 കാര്യമാണ് തോന്നിയത്. ഒന്ന്, നമ്മൾ ഇത്രയും പ്രായമായിട്ടുള്ള ഒരു കഥാപാത്രം പോർട്രേ ചെയ്യുമ്പം അയാൾ ഭയങ്കര വൃത്തികെട്ടവരാണല്ലോ. നമ്മൾ പൊതുവെ ഭയങ്കര ചെറിയ കുട്ടികളെയും നല്ല വയസ്സായ ആൾക്കാരെയും സിനിമകളിലും അല്ലെങ്കിൽ ബാക്കി ആർട്ട് ഫോംസിലൊന്നും വളരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ച് കണ്ടിട്ടില്ല. ആളുകൾക്ക് അതൊരു ഇങ്ങനെ പ്രശ്നം തോന്നണ്ടെന്നുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ അങ്ങനെ ഒരു രീതിയിലുള്ള നിയന്ത്രണം വെച്ചിട്ടില്ല. വളരെ വൃത്തികെട്ടൊരു അപ്പാപ്പൻ, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഉണ്ട്. സത്യം, അങ്ങനത്തെ മനുഷ്യർ. പക്ഷെ ഞാൻ എവിടെയും ഫസ്റ്റ് ടൈം ആണ് ഇത്രയും വയസ്സായ ഒരാളിനെ ഇത്രയും പിന്നെ അങ്ങനെ അല്ല, അത് നമ്മൾ ആർട്ടിൽ കാണുന്നുണ്ട്. നമ്മൾ അതിനെ അത് മൈൻഡ് ചെയ്യാതെ പോകുന്ന, നമ്മൾ തന്നെ കാണുന്ന കൊമേഴ്ഷ്യൽ സിനിമകളിലെ പല വില്ലന്മാരും പ്രായമുള്ള ആളുകളാണ്. നമ്മള് കുറച്ചും കൂടെ
അങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഇത് കുറച്ച് ക്രൂഡാണ്. ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു വില്ലൻ ക്യാരക്ടറിനേക്കാളും കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആണ്, കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഇത് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത്. മറ്റതെല്ലാം നമ്മൾ മറന്നു പോകുന്നത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് അയാളുടെ ക്യാരക്ടർ അത്രയും കുറച്ച് പുളിയനും പോലുള്ള കക്ഷിയാണ്. വർഷങ്ങളായിട്ട് നാടകത്തില് അങ്കമാലിയാണ് സ്ഥലം. പുള്ളി എക്സെപ്ഷണലി നമുക്ക് ഇത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട് പുള്ളി. ഞാൻ ഈ സിനിമേന്റെ ഇങ്ങനെ റിവ്യൂസ് ഓരോന്ന് പറഞ്ഞത് വായിക്കായിരുന്നു. അപ്പൊ അതിനകത്ത് ഒരു റിവ്യൂവിനകത്ത് നല്ലൊരു ഒബ്സർവേഷൻ കണ്ടത്, ഈ ഡെഡ് ബോഡി ആയിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ലെന്ന്. ആക്ച്വലി ഞാൻ പടം കണ്ടതിന് ശേഷം അങ്ങനെ പെട്ടെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഓരോ റിവ്യൂസ് വായിച്ചു നോക്കുമ്പോഴാണ് ആ കാര്യം കാണുന്നത്. പിന്നെ ഇതിനകത്തുള്ള ഡെഡ് ബോഡി ചുമ്മാ കിടക്കുമല്ലോ, ഇയാൾക്ക് ഇങ്ങനെ ത്രൂ ഔട്ട് പല സ്ഥലത്ത് ഇങ്ങനെ ഇയാള് മറ്റേ കോട്ടിട്ടിട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്, കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ആ എല്ലാ സമയത്തും ഡെഡ് ബോഡിയാണ്. പക്ഷെ ഡെഡ് ബോഡി ആയിട്ട് ഒരാളാണല്ലോ അഭിനയിക്കുന്നത്. അത് ഭയങ്കര ഒരു രസമുള്ള സംഭവമായിട്ട് തോന്നി. അങ്ങനെ ഒരു ഞങ്ങൾക്ക് രസമല്ല, അത് പുള്ളിയോട് ഞങ്ങൾ എപ്പോഴും നന്ദി പറയുന്നത് ആ രീതിയിലാണ്. കാരണം ഇത്രയും നൈറ്റ് ഷൂട്ട്, മഴ, ഇത് ബാക്കി ആൾക്കാർക്കൊക്കെ ഓക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. പുള്ളിയുടെ ഏജ് വയസ്സ് നോക്കുന്നത് 10-72 വയസ്സുണ്ട്. അപ്പം ചേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് സഹകരിച്ച് വിളിക്കുമ്പോൾ തൊട്ടടുത്ത് അങ്ങനെ മാറി നിന്ന് റെസ്റ്റ് എടുക്കലോ ഒരു പരിപാടികളും ഇല്ല. ഇടയ്ക്ക് പോയി കിടന്ന് ഉറങ്ങാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല, പിന്നെ പാടായിരിക്കും. അപ്പം ഉറങ്ങാതെയും അത്രയും പുള്ളി കൂടെ നിന്ന് തൂങ്ങി. അറിയാലോ, പടം കാണുന്നവർക്കറിയാലോ എന്തോരം നമുക്കത് ഡെഡ് ബോഡി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെങ്കിലും അത് സത്യത്തിലൊരു ജീവനുള്ള ഒരാള് അങ്ങനെ ശ്വാസം അടക്കി പിടിച്ചും എന്തൊക്കെ അതുകൊണ്ട് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ആരാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഷൂട്ടിംഗ് ബേസിൽ നോക്കുകയാണെങ്കിൽ അത് പുള്ളിനും പോലീസേട്ടൻ തന്നെയാണെന്ന് ഞാൻ എപ്പോഴും പറയും. കാരണം അത്രയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതായിരുന്നു, അല്ലെങ്കിൽ ആളുകളെ ഈ നടൻ എങ്ങനെയാണ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തത്? നമ്മള് പല ആളുകളെ ഓഡീഷൻ ചെയ്തിരുന്നു. ഒരുപാട് നാടകക്കാരെയാണ് കൂടുതൽ നോക്കിയിരുന്നത്. കാരണം നമുക്ക് ആ ഏജ് ഗ്രൂപ്പില് ഫ്ലെക്സിബിൾ ആയിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ നമുക്ക് കിട്ടണമായിരുന്നു. പിന്നെ ആ കാസ്റ്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ആ കാസ്റ്റ് വർക്ക് ആയി കഴിഞ്ഞാൽ സിനിമ പകുതി സേഫ് ആണ്. ആ കാസ്റ്റ് അല്ല, പൊതുവെ സിനിമകളുടെ കാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ സിനിമയുടെ പകുതി പണി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കാസ്റ്റിങ്ങില് എനിക്ക് ഞാനിങ്ങനെ കുറെ തപ്പി കുറെ ആൾക്കാരെ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നതിന്റെ ഇടയിലാണ് നമ്മള് സിജു ഗുരുവായൂരമ്പലടയിൽ അഭിനയിക്കുന്ന സമയത്ത് അതിൽ പുള്ളി ഒരു വളരെ ചെറിയൊരു വേഷം ക്ലൈമാക്സ് ഷൂട്ടില് ഇവിടെ നടക്കുന്ന സമയത്ത് ഇവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് തൊട്ടേ ഞങ്ങൾ എല്ലാവരും പല ദിശയിലും പ്രായമുള്ള അപ്പൂമാരെ കണ്ടു അന്നേരം ഫോട്ടോ എടുക്കുക, അത് നമ്മളിങ്ങനെ അയച്ചു കൊടുത്തിട്ട് ഇതൊക്കെയാണോ അല്ല നമുക്ക് ഫേസിനൊക്കെ ഒരു ഇത് വേണമെന്ന്. അങ്ങനെ വന്നപ്പോഴാണ് പുള്ളിയെ ചേട്ടൻ അന്നും മീശയുണ്ട്. അപ്പോൾ ചേട്ടൻ അവിടെ നിന്നപ്പം നമ്മൾ 2-3 പേർ അയച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ആ ചേട്ടൻ്റെ ഒരു ഇൻട്രോ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ക്യാരവാനിൽ കയറ്റിയിട്ട് ചേട്ടാ പേരും ഡീറ്റെയിൽസും ഒക്കെ എന്ന് പറയുമ്പോൾ അയച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ സേഫ് സോണിന് വേണ്ടി ഒരാളെ വെച്ചിരുന്നു, എങ്കിലും നമ്മൾ വിട്ടിരുന്നു, കാസ്റ്റിങ്ങുകളല്ല നോക്കുന്നു. പിന്നെ ഫൈനലി വിളിച്ച് കാസ്റ്റിങ്ങുകൾ നടത്തി പരിപാടികളെല്ലാം സെറ്റ് ചെയ്തു. ഒരു കാരിക്കേച്ചർ ഫേസ്, കുറച്ച് കാരിക്കേച്ചർ ഫേസസ് സിനിമയിൽ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ ആളുകളുടെ രൂപത്തിലൊക്കെ ഒരു കാർട്ടൂൺ, ഒരു കാരിക്കേച്ചർ സ്വഭാവം ഉണ്ടാവണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് രാജേഷ് വരുന്നത്, രാജേഷിന്റെ ലുക്ക് വരുന്നത്, പൗലോസേട്ടൻ വരുന്നത്, ബേസിലിന്റെ ഒരു അറ്റയർ എല്ലാം ആ ഒരു ആലോചനയില് ഓവർ ദ ടോപ്പ് സാധനത്തിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഈ ചാച്ചാജിയുടെ വേഷമാണല്ലോ അത് റോസാപ്പൂ, നിങ്ങൾ ഭയങ്കര തോട്ടായിരുന്നു അത്. ഇതൊക്കെ ആദ്യത്തിൽ എഴുതുമ്പോഴാണ്, അതല്ലെങ്കിൽ ഇപ്പൊ ഈ കോസ്റ്റ്യൂം ഒക്കെ ഓരോരുത്തരുടെയും എപ്പോഴാണ്, കാരണം ഇതൊക്കെ നേരത്തെ സെറ്റ് ചെയ്യണമല്ലോ നിങ്ങൾക്ക് ഷൂട്ട് തുടങ്ങും. ശിശുദിനത്തിന് നടക്കുന്ന കഥയാണിത്. അതെ, ശരിയാണ്. അപ്പൊ അതാണ് ചാച്ചാജിയുടെ ദേഹത്ത് റോസാപ്പൂ വരുന്നത്. എന്നാലും വേറെ ആർക്കും നിങ്ങൾക്ക് സീരിയസ് കൊടുക്കായിരുന്നു. അല്ല, കുറച്ച് അപ്സൈഡ് കോമഡികള് കുറച്ച് ഇതിന്റെ എഴുത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള കുറച്ച് ക്രേസി ഐഡിയാസ് സിനിമയിലുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ കാണുന്നവർക്കൊരു പുതിയതായിട്ട് ഫീൽ ചെയ്യും, ഒരു ഫ്രഷ്നെസ് ഉണ്ടാവും എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത പല കാര്യങ്ങളും തിയേറ്ററിൽ വർക്കാവുന്നുണ്ട്, അത് ആളുകൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്നറിയുന്നതിൽ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി നിങ്ങൾ രണ്ടുപേരും മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? റൈറ്ററും ഡയറക്ടറും നിങ്ങൾ പണ്ടേ പരിചയമുള്ളവരാണോ, അതോ ഈ സിനിമയ്ക്ക് വേണ്ടി മീറ്റ് ചെയ്യുന്നവരാണോ? നിങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടിയത്? ഞങ്ങൾ കണ്ടുമുട്ടിയത് നമ്മുടെ ഒരു പരസ്യം, ഞാൻ രോമാഞ്ചമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആഡ് ഉണ്ടായിരുന്നു. അന്ന് ആഡിനകത്ത് അസോസിയേറ്റ് അല്ലായിരുന്നു, നമ്മുടെ ഒരു സുഹൃത്തിന്റെ പരസ്യമായിരുന്നു. അപ്പൊ ആ പരസ്യത്തിന്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഞാനാണ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് അങ്ങനെയാണ് സിജുവിനെ ആ ഷൂട്ടിലാണ് കാണുന്നത്. ഞാൻ കഴിയുന്ന സമയത്ത് ഞാൻ ഇതുപോലെ എഴുത്ത് വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോമഡി പടം ചെയ്ത കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് പുൾ ഓഫ് ചെയ്യാമെന്നുള്ളൊരു ആലോചനയില്ല. അങ്ങനെ സംസാരിച്ച് ഇപ്പോൾ
സിജു പക്ഷെ പറഞ്ഞ സാധാരണ എല്ലാരും പറയാം കോമഡി പടം വൻ ബുദ്ധിമുട്ടാണ് വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ. എല്ലാം ബുദ്ധിമുട്ടാണ്. കോമഡി എന്നല്ല, എല്ലാ ജനറുകളും ഒരു സ്റ്റാർട്ടിങ് കൊണ്ടുവന്ന് എന്തെങ്കിലും എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചില്ലറ കഷ്ടപ്പാടാണ്. ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നതാണെങ്കിലും ഞാൻ പരസ്യം ചെയ്യുന്നതാണെങ്കിലും കുറെയൊക്കെ എനിക്കൊരു ഹ്യൂമർ കുറച്ചും കൂടി ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാം എന്നുള്ളൊരു. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ചെയ്ത വർക്കുകൾ നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയിട്ടൊക്കെ ഒരു ഷക്കീലേനെ വെച്ചിട്ടൊരു അപ്പൊ അതൊക്കെ ഈ ട്രിക്കി കുറുക്കി കോമഡി പുൾ ഓഫ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് കുറച്ചുകൂടി ഇമോഷൻസ് ഒക്കെ വെച്ചിട്ട് കുറച്ച് ഫൺ അല്ലെങ്കിൽ അതിന്റെ ഒരു മീറ്റർ സെറ്റ് ചെയ്യാന്നുള്ളത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കഥ സിജു ഒരു ഐഡിയ നമ്മൾ ഷെയർ ചെയ്തപ്പോ എനിക്കത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. അത് കൊള്ളാം. ഇതിന്റെ കോർ ഐഡിയ അത് ഞാനതൊരു നാട്ടിലോട്ട് അതെ വീട്ടിലോട്ട് പോയപ്പം നടന്ന ഒരു ചെറിയൊരു ബിറ്റ്, ആ ബിറ്റിൽ നിന്നാണ് പിന്നെ ബസ്സിനെ മൊത്തത്തിലൊരു വേൾഡ് ആക്കുക. അങ്ങനെ പല ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരാനൊക്കെ ചെയ്യുന്നത്. ഈ ശിവപ്രസാദിന്റെ ഈ പറഞ്ഞപ്പോ ഈ സെക്സ് എഡ്യൂക്കേഷൻ നെറ്റ്ഫ്ലിക്സ് അത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു. അപ്പൊ കുറെ നാളായോ ലൈക്ക് ഈ ഒരു ഫീൽഡിൽ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു? അതോ? ഞാൻ ഷോർട്ട് ഫിലിംസ് ആണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. അപ്പൊ അതിനുശേഷം ഞാൻ പിന്നെ പരസ്യങ്ങളിൽ വർക്ക് ചെയ്തു. അവിടെ TVC ഫാക്ടറി, ജിസ് ജോയ്, ദിനേശ് ചേട്ടൻ, സിജോയ്. അതിനുശേഷം ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യുന്നത് അരുൺ കുമാർ അരവിന്ദന്റെ കൂടെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള സിനിമ. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ പ്രോപ്പറായിട്ടൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പണി എടുത്തു തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട്, മഞ്ഞാന, അപ്പൂപ്പൻ താടി എന്നൊക്കെ. അപ്പോൾ ഇത് പിന്നെ പരസ്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തു തുടങ്ങി. പിന്നെ പരസ്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പാരലലി നമ്മൾ സിനിമ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ നമുക്ക് കൂടെ ജീവിക്കാനുള്ളൊരു മാർഗം എന്നുള്ള രീതിയിൽ പരസ്യം കൂടെ, അപ്പോൾ അതിന്റെ കൂടെയാണ് സിനിമയുടെ ആലോചന പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു കുറച്ചും കൂടെ നമുക്ക് കോൺഫിഡന്റ് ആയിട്ടുള്ളൊരു ഐഡിയയിലേക്ക് അപ്പോഴാണ് സിജു ഇതിനെ പറ്റി സംസാരിക്കുന്നത്. ഈ ടോവിനോ നിർമ്മാണത്തിലേക്ക് വരുന്നത് എങ്ങനെയാ? ആ സ്പേസ് ഞാൻ മിന്നൽ മുരളിയിലെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. എനിക്ക് ടോവിനെ അറിയാം. അപ്പൊ നമുക്ക് ഇതുപോലൊരു ഐഡിയ വന്നപ്പോ ഞങ്ങൾ ആദ്യം ഒരു 1 ലൈൻ സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് ആർക്ക് ഇത്രയും ക്രേസി ആലോചന, ഈ ഒരു തോട്ട് ഇത് ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ചിലപ്പോൾ ഈസി ആയിരിക്കും. അത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഈ പ്രൊജക്ട് ഓൺ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മേജർ റീസൺ ടോവിനോ തോമസ്. അല്ലാണ്ട് ഇതൊരു സ്ക്രിപ്റ്റ് പോയി ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിലും ആവത്തില്ല എന്തു ചെയ്തെന്ന്. കാരണം അത് ആകെ മനസ്സിലാക്കി എനിക്ക് ചോദിച്ചോണ്ടുള്ളതുകൊണ്ടാണ് ഈ പ്രൊജക്ട് ഓൺ ആയത്. ആ ഒരു ഫൺ പാർട്ട് എല്ലാവരെക്കാളും കൂടുതൽ പുള്ളിക്ക് അത് മനസ്സിലാക്കി അത് കിട്ടി എന്നുള്ളതാണ്. അയച്ചു കൊടുത്ത് വളരെ കുറച്ച് സമയത്തിൽ തന്നെ പുള്ളി റെസ്പോണ്ട് ചെയ്ത് അത് എടാ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. പിന്നെ ഇതിനകത്തുള്ളതില് ഇപ്പോ രാജേഷ് മാധവന്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഇയാൾക്ക് ഭയങ്കര പവർ ഫീൽ ചെയ്യുന്നുണ്ട്, അതേസമയം അത്രയും സീരിയസ് ആയിട്ട് കോമഡി പറയുന്നതും ഒക്കെ ഉണ്ട്. രാജേഷ് മാധവൻ നിങ്ങളുടെ ഇതേപോലെ ഒരു ഫസ്റ്റ് ചോയ്സിലൊക്കെ വന്നിട്ടുള്ള ആൾ തന്നെയായിരുന്നു. അപ്പം ആളീ പറഞ്ഞതുപോലെ ഒരു ഈ സീരിയൽ കില്ലറിന് ഒരു കാരിക്കേച്ചർ ഫീലിംഗ് കിട്ടണം, അതായിരുന്നു ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ ഉണ്ടായിരുന്നത്. രാജേഷ് നമുക്ക് പണ്ടോട്ടേ അറിയുന്ന എന്റെ അടുത്ത സുഹൃത്താണ്. അപ്പോ നമ്മൾ ഇതുപോലെ സീരിയൽ കില്ലർ എന്നുള്ള ആരെ കാസ്റ്റ് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ തുടക്കത്തിലെ നമ്മുടെ മുന്നിൽ വന്ന ഒരു ആളാണ് രാജേഷ്. പിന്നെ നമ്മൾ ഏത് കാസ്റ്റ് ചെയ്യുമ്പോഴും ഞാനൊരു കാസ്റ്റില് ഓക്കെ ഇയാളാണ് എന്ന് പറഞ്ഞ് ലോക്ക് ചെയ്യാറില്ല. ഞാൻ കുറച്ചും കൂടെ ഓപ്ഷൻസ് എടുത്ത് മാക്സിമം നമുക്കതിന്റെ ചോയ്സസ് ഓപ്ഷൻസ് ഉണ്ടെങ്കിലേ നമുക്ക് കുറച്ചും കൂടെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ചിലപ്പോൾ ബെറ്റർ ഓപ്ഷൻസ് ഉണ്ടാവാലോ. അപ്പോൾ പക്ഷെ നമുക്ക് ഇതിന് വേറൊരു ബെറ്റർ ഓപ്ഷൻ കിട്ടിയില്ല. നമ്മള് രാജേഷിനെ തന്നെ അതിനേക്കാളും നന്നായിട്ട് അത് നമ്മുടെ മനസ്സിൽ വിചാരിച്ച ഒരു ഇമേജ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ട്രാൻസിഷൻ മാനറിസംസ്, അപ്പൊ ഇതെല്ലാം രാജേഷിനേക്കാൾ ബെറ്റർ ആയിട്ട് ഇതൊരാൾക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നിയില്ല. അപ്പൊ അങ്ങനെ രാജേഷിനെ ഫിക്സ് ചെയ്ത് ലുക്ക് ടെസ്റ്റ് നടത്തി അങ്ങനെ സെറ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെയുള്ളത് ബാബു ആന്റണിയുടെ വേഷം, ഡെസ്പ്. ജയചന്ദ്രൻ ഡെസ്പ്. ഓ ഞാൻ ഡെസ്പല്ല, ഞാൻ ഡെസ്പാണ്. ആ ഡയലോഗുകളൊക്കെ ഭയങ്കര. ഈ ക്യാരക്ടറും എങ്ങനെയാ വന്നത്? ബാബു ആന്റണി അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ പോലീസുകാരൻ എങ്ങനെയായിരുന്നു? കുറെ സമയം എടുത്തോ ബാബു ആന്റണിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട്? കുറച്ച് ഒരു ടിപ്പിക്കൽ കാസ്റ്റ് ആവരുത് എന്നുണ്ടായിരുന്നു. കാരണം അതൊരു ടിപ്പിക്കൽ കാസ്റ്റ് ആണെങ്കിൽ അതിലുള്ള എക്സൈറ്റ്മെന്റ് ഇല്ല, ആ ക്യാരക്ടർ ഭയങ്കര ഒരു യൂഷ്വൽ ക്യാരക്ടർ ആയിട്ട് മാറും. അത് ബാബു ആന്റണിയെ പോലെ ഒരു കുറച്ചൊരു ഒരു ആൽഫ, ഒരു ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ള ഇമേജ് ഉള്ള ഒരാൾ ബാബുവാൻ ചേട്ടനെ കരഞ്ഞതാരും എന്റെ ഓർമ്മയിലില്ല. ആൾക്കാർക്ക് ബാബുവാൻ ചേട്ടൻ കരഞ്ഞൊരു പടം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാര് ഒന്ന് ചിന്തിക്കും. അപ്പൊ അങ്ങനെ ഒരാൾ കരയുമ്പം ഓഡിയൻസിന് വേറൊരു, പിന്നെ ഓൾറെഡി ഇപ്പൊ പറഞ്ഞ പോലെ ഭയങ്കര
ഒരു DYSP ഭയങ്കര പൊസിഷനിലിരിക്കുന്ന നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ള മറ്റേ ഫൈറ്റ് മാസ്റ്റർ ആക്ഷൻ ഹീറോ ഭഗവാൻ കരയുന്നു എന്ന് അതായിരുന്നു നമുക്കും അതിനകത്തുള്ളൊരു സംഭവം. അത് പിന്നെ കാരണവും രസമാണല്ലോ. ആരില്ലായിരുന്നു സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു ബക്രു. ഒരു പട്ടി പോലും ഇല്ലാത്ത. ഇപ്പം ഈ പറഞ്ഞ കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് സംസാരിച്ചു. അതേസമയം തന്നെ ഈ സിനിമയിൽ അണ്ടർലൈങ് ആയിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ സർക്കാസ് രൂപത്തിൽ സറ്റയർ പോലെ തന്നെ കാണാം. അപ്പം അതിനകത്ത് രാഷ്ട്രീയ പാർട്ടികൾ കളിയാക്കപ്പെടുന്നതുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പത്രസമ്മേളനത്തിന്റെ സ്റ്റാർട്ടിങ് സമയത്ത് മൈക്കോണും സീന് അത് കറക്റ്റായി കിട്ടി. അങ്ങനെ കുറേ സാധനങ്ങൾ നിങ്ങൾ കളിയാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പോലീസിൻ്റെ ഒരു അന്വേഷണത്തിലെ സാധനവും വരും. എസ്പെഷ്യലി മീഡിയയിലെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ബാബു രാമചന്ദ്രനാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇൻട്രോ പറയുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പം അതൊക്കെ സിനിമയുടെ ഒരു കോർ സ്റ്റോറിന്ന് അപ്പുറത്തുള്ള കുറച്ച് കാര്യങ്ങളാണല്ലോ. എസ്പെഷ്യലി മീഡിയ വരുന്ന സ്പേസസ് അതൊക്കെ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാന്ന് വിചാരിച്ചത്? ബാബു രാമചന്ദ്രൻ്റെ ഒക്കെ വല്ലാത്തൊരു കഥയൊക്കെ തുടങ്ങാനുള്ളത് ആദ്യമേ മൈൻഡിലുണ്ടായിരുന്നില്ലേ? നമ്മുടെ പടം തുടങ്ങുമ്പോഴേ നമുക്ക് എന്തെങ്കിലും ഒരു സംതിങ് സ്പെഷ്യലായിട്ട് തുടങ്ങണം എന്നുള്ളതുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നാ പിന്നെ പുള്ളിയുടെ അറിയാലോ വല്ലാത്തൊരു കഥ, അങ്ങനെ ഒരു കഥയിൽ തന്നെ തുടങ്ങാമെന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് നമുക്ക് സത്യത്തിൽ നമുക്ക് പുള്ളി വരും എന്ന് നമുക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല എഴുതുമ്പോ. ഞാൻ ഇയാളുടെ ഭയങ്കര ആരാധന, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ പരിപാടി. അപ്പോൾ എഴുത്തിൽ ഉണ്ടായിരുന്നു ഒരു പരിപാടി സെറ്റ് ചെയ്തിട്ട് ഒരു ബിഗിനിങ്ങും എൻഡും ഒരു ചാനൽ പ്രോഗ്രാം സെറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ടൊവിയുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ പുള്ളീനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ. ഇപ്പൊ ടൊവി സംസാരിച്ച് അപ്പോ പുള്ളി ഒരു പ്രശ്നമില്ലാതെ വന്ന് നമുക്ക് വേണ്ടി അഭിനയിച്ച് ചെയ്ത് പോയി. അത് ഭയങ്കര ഹാപ്പിയാണ് പുള്ളിയുടെ കാസ്റ്റില്. നമ്മള് ഇതിനകത്തുള്ള കുറച്ച് സാധനം ഇപ്പൊ നൊമ്പരപ്പൂവനും അങ്ങനത്തെ ടേംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ നൊമ്പരപ്പൂവൻ ആ പഴത്തിന് ഉണ്ടായിരുന്ന പേരായിരുന്നോ അതോ പക്ഷെ മറ്റേ ഡയലോഗിന്ന് ഇൻസിഡന്റിന് ശേഷം വരുന്നത് ആയിരുന്നു? ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു പഴത്തിനൊരു പേര് വേണമെന്ന് പറഞ്ഞു. അപ്പം ആളെന്തോടൊപ്പം നമുക്ക് ഈ പേരിനോട് ഭയങ്കര കമ്പിയാണ്. ഓരോ സാധനത്തിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേക സംഭവങ്ങൾ ചെയ്യാന്നുള്ളത്. അതിപ്പോ നമ്മുടെ ഇതിനകത്ത് നോക്കിയാൽ മതി. ജിക്കു മൈക്ക് വെച്ച് അനൗൺസ് ചെയ്യുന്ന കടയുടെ പേര് JK സൗണ്ട്സ് ആൻഡ് ലൈറ്റ്സ് എന്നാണ്. നമ്മുടെ മ്യൂസിക് ഡയറക്ടറിന്റെ പേര് JK എന്നാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കട പച്ചക്കറി വിൽക്കുന്ന കട മാനവ് ജീവ പച്ചക്കറി. മാനവാണ് നമ്മുടെ ആർട്ട് ഡയറക്ടർ. അപ്പൊ നമ്മള് ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വേറെ സാധനം ചെയ്തിട്ട് പ്ലാൻ ചെയ്തത് മറ്റേ പ്രൊഡ്യൂസർ ചോദിച്ചെന്നല്ലേ. അപ്പൊ അവിടെ ലോട്ടറി കടയാണ്, ശ്രദ്ധിച്ചാൽ മതി മാഷ. അപ്പൊ അതിന്റെ അവിടെ നമുക്ക് ചോദിച്ചേട്ടൻ മറ്റേ ലോട്ടറി ആയിട്ട് നിൽക്കുന്ന പരിപാടി അങ്ങനെയൊക്കെ നമ്മള് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോരോ പ്ലാനുകൾ ഇല്ല. അത് പിന്നീട് നമ്മൾ മാറ്റി, അത് വേണ്ടെന്ന് വെച്ചു. അപ്പം അതുപോലുള്ള പരിപാടികളായിരുന്നു. ആ സമയത്താണ് ഈ പഴത്തിനൊരു പേര് വേണമല്ലോ. അപ്പം ഇങ്ങനെ ഇതിപ്പോ അതൊരാളുടെ വിഷമമാണല്ലോ. അപ്പൊ പിന്നെ വിഷമത്തിന്റെ പര്യായങ്ങൾ നോക്കി കുറെ ദുഃഖം പഴം ശരിയാകത്തില്ല, അതിനകത്താണ് നൊമ്പരം. അങ്ങനെ നൊമ്പരം പോകുന്നത്. പല കാസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ബേസിൽ എന്ന് പറയുന്ന ഒരു നടന്റെ ഇത് മാത്രമല്ല, ഇപ്പൊ പൊന്മാൻ സിനിമ തമിഴ്നാട്ടിലൊക്കെ കിട്ടിയുള്ള റിസപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അജേഷ് പിപിനെ പോലൊരു ഭയങ്കര ഒരു ക്യാരക്ടറാണ് അത് ചെയ്തു വെച്ചു. അതിനൊക്കെ മുമ്പുള്ളൊരു കരിയറിൽ ഏറ്റവും ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഈ നടന്മാരിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്ക്രിപ്റ്റ് സെലക്ഷൻ ചെയ്യുന്ന നടനാണ് ബേസിൽ ജോസഫ് എന്നുള്ളതാണ് പല സ്ഥലങ്ങളിലും പല കുറിപ്പുകളും വരുന്നത്. ഇപ്പോൾ ബേസിൽ നിന്നുള്ള ഒരു നടനെ നിങ്ങൾ കാസ്റ്റ് ചെയ്യുന്ന സമയത്തും എന്താ പറയുക, നിങ്ങൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവില്ല മൂപ്പര് ചെയ്യുന്ന ഒരു സംഭവം വെച്ചിട്ട്. അതിനൊരു എക്സീഡ് ചെയ്യുന്ന മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു കാൽക്കുലേഷൻ എക്സീഡ് ചെയ്യുന്ന നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിനെ എക്സീഡ് ചെയ്യുന്ന മൊമെന്റ് നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അതെ, ഉറപ്പായിട്ടും ബേസിലിന്റെ ക്യാരക്ടർ നമ്മൾ എഴുതി വെച്ചതിനേക്കാളും ഹ്യൂമർ വളരെ ഒരുപാട് പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ബേസിൽ മാത്രമല്ല, എല്ലാ ആക്ടേഴ്സും സുരേഷ് ചേട്ടനാണെങ്കിലും രാജേഷ് ആണെങ്കിലും എല്ലാവരും വളരെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട്. ബേസിലിനെ അറിയാം, ബേസിലിന്റെ സോണാണ് അത്. അപ്പൊ പുള്ളി അവിടെ അത് വളരെ നമ്മള് വിചാരിച്ചാലും നന്നായിട്ട് അത് പുൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ലൂക്കിനെ ആലോചിക്കുന്ന സമയത്ത് സിജു സണ്ണി ബേസിൽ എന്നുള്ളത് മൈൻഡിൽ ഇല്ല. അങ്ങനെയുള്ള ഇതില്ല. അത് ഞാനങ്ങ് ചെയ്യാം. പിന്നെ ഇത് കച്ചവടമാണല്ലോ. പിന്നെ ഓൾറെഡി പിന്നെ ചോദിച്ചതിൻ്റെ അടുത്ത് സംസാരം നടക്കുന്നു. പിന്നെ ഇതിന് മുമ്പ് നമ്മുടെ ആദ്യ ഡ്രാഫ്റ്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ആശാനാണല്ലോ. അപ്പം ഗുരുവായൂർ അമ്പലം നടക്കുന്ന സമയത്ത് ചോദിച്ചേട്ടൻ വന്നിട്ട് ജസ്റ്റ് ഗുരുവായൂരിൽ വെച്ചൊന്ന് കഥ ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് പിന്നെ ചോദിച്ചതിൻ്റെ അടുത്ത് അടുത്ത 3-4 ഡ്രാഫ്റ്റൊക്കെ ആയപ്പോൾ ചോദിച്ചതിന് കാലിന് ഫ്രാക്ചർ ആയിട്ടിരുന്നപ്പം കഥ പറഞ്ഞിരുന്നപ്പോൾ അന്ന് ബേസിലിനോടുണ്ട് പുള്ളി. അങ്ങനെയാണ് പിന്നെ ബേസിലിനകത്തോട്ട് ജോയിൻ ആവുന്നത്. ഈ മുടിയും പരിപാടിയൊക്കെ ഭയങ്കര സെറ്റ് ചെയ്തിട്ടുള്ള സാധനം. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സ്പേസിൽ എസ്പെഷ്യലി മറ്റേ ക്യാപ്പ് നിങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോൻ്റെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ നിങ്ങളുടെ ഐഡിയയിൽ വരുന്നതാണോ
ലൈക്ക് അങ്ങനെ പല പല ക്ലിപ്സ് യൂസ് ചെയ്തിട്ട് ഇതെല്ലാം നിങ്ങൾ തന്നെയാണോ? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തന്നെയാണോ അതോ നിങ്ങൾക്ക് കൂടെ മാർക്കറ്റിംഗ് ടീം ഉണ്ടോ? ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സമയത്ത് ട്രെൻഡ് ഉണ്ടായിരുന്നു, ഈ വീഡിയോയുടെ അടിയിൽ ഇന്ന ആൾ കമന്റ് അതെനിക്കറിയാം. ശിവപ്രസാദിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ബാക്കിൽ നിന്നിട്ടുള്ള സാധനല്ലേ എഴുത്തടക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ അതുപോലെ തൊപ്പി വീഡിയോകൾ ചെയ്തപ്പോഴും നമുക്ക് പോസ്റ്റർ അനൗൺസ് ചെയ്യണമല്ലോ. അപ്പൊ എന്തെങ്കിലും സംതിങ് സ്പെഷ്യൽ എന്നുള്ള പരിപാടിയാണ്. നമ്മളൊക്കെ ഈ റീലിൽ നിന്നും വന്നവരായതുകൊണ്ട് ഒരു പരിപാടി അങ്ങനെ. പിന്നെ അർജുനും ആദ്യം നമ്മുടെ 2 സുഹൃത്തുക്കൾ അവന്മാരോട് നമ്മൾ ഐഡിയ പറഞ്ഞു കൊടുത്ത് ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്ത് അവരാണത് കട്ട് ചെയ്ത് ഒരു സംഭവം സെറ്റ്. അതും ഭയങ്കരമായിട്ട് ഓടി. അത് ഭയങ്കര റീച്ചുള്ള സംഗതിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു വീഡിയോ. നമ്മൾ റിപ്പീറ്റ് ഒക്കെ അടിച്ച് കാണാൻ പറ്റുന്ന കൈൻഡ് ഓഫ് വീഡിയോ ആണ്. അതിനകത്ത് എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട്. മമ്മൂക്ക ഉണ്ട്, പൃഥ്വിരാജ് ഉണ്ട്, സുരാജനുണ്ട്, പിന്നെ രാജേട്ടനുണ്ട്. എല്ലാരും പറഞ്ഞു തൊപ്പി. ഇപ്പം ജോമോന്റെയും പൂജാന്റെയും ആ ക്യാരക്ടർ ഉണ്ടായിരുന്നല്ലോ, ഡ്രാക്കുളയും കല്യാങ്കാട്ട് നീലിയും ഒരുമിച്ച് വരുന്ന സീന്. അപ്പം ആ സീക്വൻസസ് നിങ്ങളതവിടെ വെക്കുന്നതിന് ഇപ്പം ചില സ്ഥലങ്ങളിൽ വിമർശനം വന്നത് മേ ബി ആ സീക്വൻസ് മാത്രം അത്രയും ലെങ്ത്തിൽ കൊടുക്കണമായിരുന്നോ, മേ ബി സിനിമയ്ക്ക് തൊട്ട് പുറത്തുള്ള ഒരു കാര്യമാണല്ലോ, അപ്പോൾ അത്ര ലെങ്ത്ത് വേണമെങ്കിൽ ഫസ്റ്റ് ഹാഫിലും ഉണ്ട് സെക്കൻഡ് ഹാഫിലും അത്രയും വേണമായിരുന്നു എന്നൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ആ വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ട്. ഓരോ ഓഡിയൻസ്, ചില ഓഡിയൻസ് അങ്ങനെ പറയുന്നുണ്ട്, ചിലർക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ജോമോന്റെ ആ സീൻ. കാരണം അതിന് സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. അപ്പം ആ സേവ് ദ ഡേറ്റ് ചെയ്തവരും ഓൾറെഡി അവരോട് എന്റെ പുണ്യം അത് എന്തൊരു, അത് കുറെ ആൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ആയി. അത് ജോമോന്റെ ഡയലോഗ് ഉണ്ട്, ഇത് ഹിറ്റായിട്ട് വേണം നമുക്ക് ഇനാഗ്രേഷൻ, കൊളാബറേഷൻ, ഇന്റഗ്രേഷൻ, അതൊക്കെ നമ്മുടെ അങ്ങനെ കുറെ പരിപാടി ഉണ്ട്. അപ്പൊ അതൊക്കെ വർക്കായി കുറെ പേര് വിളിച്ചു പറഞ്ഞു ഭയങ്കര വർക്കാണ്. അത് ഓരോ ഓഡിയനും ഓരോ രീതിയിലാണ്. ചിലർക്ക് ചില കോമഡികൾ ഭയങ്കരമായിട്ട് വർക്കാവും. നമ്മൾ മുമ്പ് പറയാം ത്രിഭാസനം ചിലർക്കൊക്കെ ഭയങ്കര ചിരിയാണ്, പക്ഷെ ചില ആൾക്കാർക്ക് അത് അതെന്താ, എന്നെ ഒരാൾ വിളിച്ചു വെച്ചു അത് തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു, അതെന്താ പത്രം തോന്നുന്നപ്പോ എന്താ പഴത്തേക്കാണ്. അപ്പൊ ഞാൻ അത് ഓക്കെ അങ്ങനൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അത് ഓരോ ഓഡിയനും ഓരോ രീതിയിലല്ലേ കാണുന്നത്. നിങ്ങൾ പുതിയ പ്രോജക്റ്റുകളും കൂടി എന്തെങ്കിലുമൊക്കെ ചർച്ചയിലുണ്ടോ, എന്തെങ്കിലുമൊക്കെ വരാനുണ്ടോ? എന്ത് ചെയ്യുന്നൊക്കെ ഇനിയിപ്പം കുറച്ചുകൂടെ വേറെ പരിപാടികൾ ചെയ്യണമല്ലോ. അപ്പം എനിക്കിനി അഭിനയിക്കാൻ പോയി. ഇപ്പം വ്യസന സമയത്ത് ഇറങ്ങാനുണ്ട്, അതാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യുന്നത്. വേറെ പ്രൊജക്ടുകൾ കഥകൾ കേൾക്കുന്നു, റൈറ്റിംഗ് പരിപാടികൾ. ഇനിയിപ്പം അടുത്തൊരു പരിപാടി എന്താണ് ശിവപ്രസാദിന്റെ വേറെ എന്തെങ്കിലുമൊക്കെ? നമ്മളൊരു സബ്ജക്ട് ആലോചിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങാനുള്ള പരിപാടി. ഓക്കെ. അപ്പം മരണമാസ് വിഷു റിലീസായിട്ടാണ് എത്തിയത്. ഒപ്പത്തിയ സിനിമകൾക്കും മരണമാസിനൊക്കെ നല്ല അഭിപ്രായം വരുന്നുണ്ട്. ഇനി ആളുകൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന സമയമാണ്, എസ്പെഷ്യലി വെക്കേഷനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ മരണമാസ് കണ്ടവർക്കും ഇനി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കും എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത്? കണ്ടവരോട് ഒന്നുകൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൺ, ഒരുപാട് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ സിനിമയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒന്നും കൂടെ നിങ്ങൾക്ക് റിപ്പീറ്റ് വാച്ചിൽ അത് കുറച്ചും കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് ഒരു വിഷു സമയത്ത് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മൾ അതിന് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് ഒരു ത്രൂ ഔട്ട് കോമഡി സിനിമയാണ്. എന്നാൽ ഇത് കോമഡി മാത്രമല്ല, ഇതില് ഭയങ്കര സങ്കടമുള്ള ആൾക്കാരാണ് പല ക്യാരക്ടേഴ്സും വരുന്നത്. ഭയങ്കര ഇമോഷണലി ഭയങ്കര വീക്ക് ആയിട്ടുള്ള ചെറിയ ചെറിയ ഭയങ്കര പാവങ്ങളാ എല്ലാവരും. അപ്പൊ അവരുടെ സങ്കടവും അവരുടെ സന്തോഷവും പേടിയും വിഷമവും ഒക്കെ ഉള്ള ഒരു സിനിമയാണ് മരണമാസ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണണം. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. കുട്ടികളായിട്ടൊക്കെ വന്ന് അടിപൊളിയായിട്ട് കാണുക. ഇപ്പൊ തന്നെ നമുക്ക് ഓരോരുത്തരും വീഡിയോസ് അയച്ചു തരും. കൊച്ചു കുട്ടികളൊക്കെ തിയേറ്ററിൽ നിന്ന് ചിരിക്കുന്നതും ബഹളം വെക്കുന്നതും അതൊക്കെ നമുക്ക് കാണാൻ ഭയങ്കര സന്തോഷം. ആ പ്രായത്തിലുള്ളവർക്കും ആ കോമഡി വർക്കാവുന്നു. ജോമോനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ചിരിയും ബഹളവും, കാരണം ജോമോൻ ആ കോസ്റ്റ്യൂം ഭയങ്കര ചിരിയും ബഹളവും ഒക്കെ വരുന്നു. അപ്പൊ എല്ലാരും പോയി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തുള്ളവരോട് പറയുക. വിഷു എല്ലാരും ഒരുമിച്ച് അടിച്ചു പൊളിക്കുക. ഓക്കെ, താങ്ക് യു. താങ്ക് യു.